ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇതേ ഒരു വെറൈറ്റി നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ ചെയ്യുന്നത്. നൈറ്റി ആയിട്ടും നൈറ്റ് ഡ്രസ്സായിട്ടും ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നതാണല്ലോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ 3 മീറ്റർ നൈറ്റി പീസ് മതി. അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് 1/2 മീറ്ററിൽ താഴെ ഒരു എക്സ്ട്രാ പീസ് മതി കേട്ടോ നമ്മുടെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിന് യോക്ക് പോർഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വൈറ്റ് ഹെക്കോബയുടെ തുണിയാണ്. അപ്പോൾ അത് വൈറ്റ് ആയതുകൊണ്ട് മാത്രം സെയിം കളറ് ലൈനിങ്ങും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് 3 മീറ്ററിൻ്റെ ലൈനിങ് പീസാണ്. അപ്പോൾ ആ ഒരു പീസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു നൈറ്റി ചെയ്യാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഞാനൊരു കട്ട് പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എക്കോബയുടെ ഒരു ലാസ്റ്റ് പീസ് കിട്ടിയതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾ എടുക്കുന്ന തുണി ഏതാണോ അതിനോട് ചേരുന്ന കളറിൽ ഒരു പീസ് എടുത്താൽ മതി ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും യോക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ കട്ടിങ് മാത്രമല്ല സ്റ്റിച്ചിങ്ങും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം യോക്ക് പോർഷനൊക്കെ നമ്മൾ സ്ലീവ് പിടിപ്പിക്കാതെ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഫിനിഷിങ് വരാനായിട്ട് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. അപ്പം അതും കൂടി ഒന്ന് കേട്ടാലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ നൈറ്റിയുടെ കട്ടിങ് വീഡിയോ കണ്ടിട്ട് അതങ്ങ് വിടുമല്ലോ. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് വീഡിയോ കൂടി ഒന്ന് കാണേണ്ടി വരും. അപ്പം ഞാൻ ഇതുപോലെ തുണി മടക്കി വെച്ചിരിക്കുകയാണ്. 4ആയിട്ടാണ് മടക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട്, കാരണം ബാലൻസ് പീസ് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുക്കാനാണ്. നിങ്ങൾ കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ 4 പീസ് ഒരുപോലെ തന്നെ ഇതുപോലെ ഇടുക കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ നമ്മുടെ എക്സൽ നൈറ്റിയുടെ ഒരളവാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഹെക്കോവ പ്ലെയിൻ ആയതുകൊണ്ട് ആ തുണിയൊന്ന് തിരിച്ചു വെച്ചതാണ്. നമുക്ക് ഫുള്ള് വർക്കുള്ളിടത്തേക്ക് കൂടി ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഷോൾഡർ എടുക്കുന്നത് ഒരു 7.5 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. സ്ലീവ്ലെസ് നൈറ്റി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ 7 ഇഞ്ചാണ് എടുക്കാറ്. 7.5 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. കണ്ടോ? പിന്നെ നമ്മൾ സാധാരണ നെക്ക് എടുക്കുമ്പോൾ 3 ഇഞ്ചാണ് എടുക്കാറ്. ഇതിപ്പോൾ 3.5 ആയിട്ടുണ്ട്. കഴുത്തൊന്ന് അകന്നിരുന്നോട്ടെ എന്ന് കരുതി. കാരണം നമ്മൾ കോട്ടിടുന്ന സമയത്ത് ഇതിൻ്റെ ഈ സ്ട്രാപ്പ് പുറത്തേക്ക് എത്തി നോക്കണ്ട, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി നമ്മൾ സ്ലീവ് എടുക്കുമ്പോൾ 7.5 ഇഞ്ച് കൈക്കുഴി എടുക്കുവാണ്. നൈറ്റിയാണ്, അല്പം ലൂസായിട്ടിരിക്കണം. പിന്നെ നമ്മൾ എക്സ്ട്രാ തുണി കുറച്ച് കിടന്നോട്ടെ, നമുക്ക് ടൈറ്റ് ആണെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ച് തുണി കൂടുതൽ കിടന്നോട്ടെ കേട്ടോ, തയ്യൽ തുമ്പ് കിടന്നോട്ടെ. അപ്പോൾ ഇതിപ്പോൾ കൈക്കുഴി സാധാരണ ചുരിദാറിന് മാർക്ക് ചെയ്യും പോലെ തന്നെ കൈക്കുഴി സ്ക്വയറായിട്ട് ഒരു ബോക്സ് ഷേപ്പിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്ക് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു ചെസ്റ്റ് അളവ് 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളപ്പോൾ അതിൻ്റെ 4/1 ഭാഗത്തിനോട് 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് അളവ് അതിൻ്റെ 4/1 ഭാഗത്തിനോട് 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. പക്ഷേ തയ്യൽ തുമ്പ് എക്സ്ട്രാ വേണം നമുക്ക് ലൂസ് ആക്കണമെങ്കിൽ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരു 6.5 ഇഞ്ച് ഇറക്കത്തിൽ നെക്ക് ഇറക്കിയെടുത്തിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് ബോക്സ് തിരിക്കുവാണ്. എന്നിട്ട് നമ്മൾ 3 പീസ് നൈറ്റിയുടെ നെക്ക് ചെയ്യില്ല, അതുപോലെ അവിടെ ജസ്റ്റ് ഒരു കർവ് മാത്രം കൊടുത്താലും മതി. ആ ഒരു ഷേപ്പിൽ തന്നെയാണ് 3 പീസ് നൈറ്റിയുടെ കട്ടിങ്ങും ടൈറ്റാനിക് നൈറ്റിയുടെ കട്ടിങ്ങും ഒക്കെ ഇതിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇതൊരു 3.25 ആണ് ഈ നെക്കും ഷോൾഡറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 3.25 അപ്പം നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. ഈ മൂലക്കയിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ കൈക്കുഴി മാർക്ക് ചെയ്യുകയാണ്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്ന് മാത്രം, സാധാരണ ചുരിദാർക്ക് കട്ട് ചെയ്യും പോലെ തന്നെ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നെക്ക് മുതൽ ഷോൾഡർ വരെയുള്ള ഡിസ്റ്റൻസ് 3.25 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 3.25 വെച്ചിട്ട് ഇതുപോലെ ഈ നെക്കിൽ നിന്നും അതേ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഈ കൈക്കുഴി ഭാഗത്തോട്ട് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ ആ ഭാഗം ഒന്നും കട്ട് ചെയ്യുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ മാർക്കിങ് ഫുള്ള് ചെയ്ത് കണ്ടു കഴിയുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് ക്ലിയർ ആയിട്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതാ ആ കൈക്കുഴിയുടെ ആ ഒരു മാർക്കിൽ നിന്നും നെക്കിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഒന്ന് എടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക്, കൈക്കുഴിയുടെ താഴത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് 3 പീസ് നൈറ്റിയുടെ പോലെ തന്നെ ചെരിച്ച് ആ 3.25 പോയിന്റിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുവാണ്. ഇത്രയും ഭാഗം കേട്ടോ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കണക്കാക്കുക. കൈക്കുഴി മുതൽ ഈ ഒരു ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് അതും ഒരു കർവ് ഷേപ്പിൽ തന്നെ താഴത്തേക്ക്
മാർക്ക് ചെയ്ത് പോവുക, കൈക്കുഴി താഴെ വരെ. ഇത് നമ്മുടെ യോക്ക് പീസാണ്. അപ്പോൾ ഈ പീസ് വെച്ചിട്ട് വേണം നമുക്ക് താഴെ ഭാഗം, നൈറ്റിയുടെ താഴെ ഫ്രില്ലുള്ള ഭാഗം വെട്ടാനായിട്ട്. ഇപ്പോൾ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ? ഇങ്ങനെ പോകുന്നത് കൈക്കുഴി മുതലുള്ളതും. കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ഷോൾഡർ മുതൽ കഴുത്ത് വരെയുള്ള ആ വ്യത്യാസം 3.25 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നൈറ്റിയുടെ യോക്ക് പീസ് വരുന്ന ആ 10.5 ഇഞ്ച് ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? നമ്മൾ എല്ലാ നൈറ്റിയുടെയും മുകൾ ഭാഗം 10.5 ഇഞ്ചാണ് നമ്മൾ എടുക്കാറ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം, ഈ വീതിയാണ് അവിടെ വരുന്നത്. ഈ കൈക്കുഴി മുതലുള്ള വീതി ഞാൻ ഒന്നുകൂടി പറയുന്നതാണ് കേട്ടോ. ആ ഒരു ഷേപ്പിൽ താഴത്തോട്ട് മുറിക്കുക. ഇപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേസ്റ്റ് പീസ് നമ്മൾ ആദ്യം മാറ്റുവാണ്. നെക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ളത് ഈ താഴെ ഭാഗം വേസ്റ്റാണ്, പിന്നെ കൈക്കുഴി ഭാഗവും മാറ്റി. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് വേണ്ടിയത് ഈ 2 ഭാഗമാണ്. ഇതേ അളവിൽ നമ്മൾ ബാക്കും കട്ട് ചെയ്തെടുക്കണം, ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് ഞാൻ അങ്ങോട്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നില്ല. സ്ക്വയർ പീസായിട്ട് ലൈനിങ് കട്ട് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൂടുതലുള്ളത് മുറിച്ച് കളയാനാണ്. അപ്പോൾ ഞാൻ ലൈനിങ് ഇതുപോലെ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ആ കർവ് ഷേപ്പ് ഒന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ നൈറ്റിയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ താഴെ ഭാഗം കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എനിക്ക് വേണ്ടത് 52.5 ഇഞ്ച് ഇറക്കമുള്ള ഒരു നൈറ്റിയാണ്. അപ്പോൾ ആ നൈറ്റിയുടെ താഴെ ഭാഗത്തു നിന്നാണ് നമ്മൾ പിടിക്കുന്നത്, മുകൾ ഭാഗത്തു നിന്നല്ല അളവെടുക്കുന്നത്. താഴെയുള്ള കട്ട് ചെയ്തിരിക്കുന്ന പീസ് ഉണ്ടല്ലോ, 1.5 മീറ്ററിൽ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 52.5-ൽ നിന്നും മുകളിലുള്ള യോക്ക് പോർഷൻ 10.5 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി വരുന്ന 42. ആ 42-നോട് താഴെ മടക്കി അടിക്കാനുള്ളതും മുകളിൽ ഫ്രില്ലിന് പോകുന്നതുമായിട്ട് 1.5 ഇഞ്ച് കൂട്ടി 43.5. ആ 43.5-യാണ് താഴെ വന്നിരിക്കുന്നത്. ആ രീതിയിൽ ഈ തുണി മാർക്ക് ചെയ്തെടുക്കുവാണ്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടി കേട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ 43.5 ഇഞ്ച് താഴത്തേക്കുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി സാധാരണ നൈറ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൻ്റെ സ്ലീവും യോക്കും ഒക്കെ വരുന്നത് അതേ ഭാഗത്തു നിന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിന് യോക്കിന് പകരം അത് പുറമേയുള്ള കോട്ടാണെന്ന് മാത്രം ആ ഭാഗത്തു നിന്ന് കട്ട് ചെയ്യുന്നത്. ഞാനത് കറക്റ്റായിട്ട് ആ ഒരു 43.5 കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് മാർക്ക് ചെയ്യുവാണ്. നിങ്ങൾക്കിപ്പോൾ 2 ഭാഗവും അളവെടുത്ത് ടേപ്പ് കൊണ്ട് അളവെടുക്കണമെങ്കിൽ അളവെടുക്കാം. എനിക്ക് ഈ ഒരു രീതി എളുപ്പമായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ മടക്കി. അതപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുമാണ് ഇതിൻ്റെ താഴത്തോട്ടാണ് കട്ട് ചെയ്യേണ്ടത്. പക്ഷേ യോക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, 2 പീസായിട്ട്. അപ്പോൾ ആകെ കൂടി കൺഫ്യൂഷൻ ആവും എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ആ യോക്ക് പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് തന്നെ നമുക്ക് താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത് കിട്ടും. ഇപ്പോൾ നമ്മൾ ആ കൈക്കുഴിയുടെ വശത്തേക്കുള്ള പീസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ നൈറ്റിയോട് ചേർത്ത് ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ നെക്ക് പോർഷനും നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയി മുട്ടിച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ മടക്കിയിട്ട് അതും ഒന്ന് വെക്കുക. അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, കഴുത്തിൽ നിന്നുമുള്ള 6.5 ഇഞ്ച് കഴുത്തിറക്കം എടുത്തിട്ടുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ മുട്ടിച്ച് വയ്ക്കുക. ഈ എക്സ്ട്രാ കിടക്കുന്ന തുണി നമ്മൾ ഞൊറിയിട്ട് ഈ നെക്ക് പോർഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഞൊറിയിട്ട് വെക്കുമല്ലോ, സാധാരണ 3 പീസ് നൈറ്റി വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വെക്കാനുള്ളതാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. ആ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഷേപ്പ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ യോക്ക് പീസ് അല്പം ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തയ്യൽ തുമ്പ് കുറച്ച് പോകുന്നുണ്ട്. അത് കണക്കാക്കി വേണം കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട്. നമ്മളിതിൻ്റെ ഈ ഷോൾഡർ പീസ് 2ഉം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറച്ച് സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇതേ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ കൈക്കുഴി ഭാഗം മാത്രം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്യുക. ഈ ഭാഗം നമ്മൾ ഓൾറെഡി അളവെടുത്തല്ലോ, 43.5 ഇഞ്ചെന്ന് പറയുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് ഈ ഫ്രില്ലിൻ്റെ ഭാഗം. പിന്നെ ആ കൈക്കുഴിയുടെ ഭാഗം 1/2 ഇഞ്ച് കയറ്റി കട്ട് ചെയ്യുക. അതാ കണ്ടോ, മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറം വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ താഴ്ഭാഗം കട്ട് ചെയ്ത് മാറ്റി. അതിലേക്ക് ഇനി ഒന്നും ചിന്തിക്കേണ്ടതില്ല, മാറ്റി. ഇനി സാധാരണ എടുക്കും പോലെ തന്നെ നമ്മൾ സ്ലീവ് എടുക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്നും അല്ലേ, ഈ 4ആയിട്ട് മടക്കിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തുനിന്നും. അപ്പോൾ സ്ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ തുണി തിരിച്ചിട്ടു എന്ന് മാത്രം.
എന്നിട്ട് നിങ്ങൾ സ്ലീവ് എടുക്കുന്ന ആ രീതിക്ക് സ്ലീവ് കട്ട് ചെയ്യുക. നമ്മൾ ചുരിദാറിന് കട്ട് ചെയ്യും പോലെ കേട്ടോ. സാധാരണ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന നൈറ്റിയുടെയൊക്കെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. ഇതിപ്പോൾ 6.5 ഇഞ്ച് ഇറക്കമാണ് ഞാൻ സ്ലീവിന് എടുക്കുന്നത്. ചെറിയ സ്ലീവ് ആയിരിക്കും ഭംഗി. അത് മാത്രമല്ല, നമ്മുടെ കോട്ടിന് തുണി തികയണമെങ്കിൽ ഒരു 6.5 ഇഞ്ച് 7 ഇഞ്ച് വരെയുള്ള സ്ലീവ് എടുത്താലും മതിയാകും. നമ്മൾ പിന്നെ സ്ലീവിന് ഇറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ ലേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീതിയുള്ള ലേസ് കൊടുത്താൽ സ്ലീവിന് കുറച്ചുകൂടി ഇറക്കം കൂടുതൽ കിട്ടും. ഞാനിതിപ്പോൾ സ്ലീവ്, നിങ്ങളെങ്ങനെയാണ് സ്ലീവ് മാർക്ക് ചെയ്യുന്നത് അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നില്ല. ഈ വെറൈറ്റി നൈറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഒരു കട്ടിങ്ങാണ് പറയുന്നത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുക, ചുരിദാറിന് കട്ട് ചെയ്യും പോലെ സ്ലീവ് കട്ട് ചെയ്യുക. സ്ലീവ് കട്ട് ചെയ്ത് ഇതാ മാറ്റിയിട്ടുണ്ട്. ഇനി കിട്ടുന്ന ഈ ബാലൻസ് തുണിയിൽ നിന്നുമാണ് നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ നൈറ്റിക്ക് കിട്ടും പോലെ തന്നെ നമ്മളുടെ ആ യോക്ക് പോർഷൻ സ്ലീവ് കട്ട് ചെയ്യേണ്ട ഭാഗത്തു നിന്ന് കട്ട് ചെയ്തു, യോക്ക് പോർഷൻ കട്ട് ചെയ്യേണ്ട ഭാഗത്തു നിന്നുമാണ് നമ്മൾ ഈ കോട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കോട്ടിൻ്റെ നെക്ക് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ഫ്രണ്ടും ബാക്കും തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ തയ്ക്കുന്നത് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും രണ്ടായിട്ട് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ പീസൊന്ന് വട്ടം മുറിച്ച് മാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ആദ്യം ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ബാക്കും ഫ്രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാനായിട്ട് എടുത്തു, അതുപോലെ തന്നെ മടക്കിയിട്ടിരിക്കുകയാണ്. ഉള്ളിൽ നിന്ന് ആ ഒരു തുണി മാറ്റി, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ 3 ഇഞ്ച് ഷോൾഡർ എടുക്കുക. ഈ 3 ഇഞ്ച് ഷോൾഡർ എടുത്താലും, നിങ്ങളിപ്പോൾ 2.5 എടുത്താലും മതി കേട്ടോ. 3 ഇഞ്ച് ഷോൾഡർ എടുത്താലും നമ്മൾ ഇതിൻ്റെ നെക്ക് മടക്കി അടിക്കുമ്പോൾ കുറച്ചുകൂടി അകലം കൂടും, ഒരു 3.25 ഇഞ്ച് അകലം വരും. ഈ കോട്ടിന് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ്. പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിന് നെക്ക് എടുക്കാം. ഞാനിതിപ്പോൾ വി ആയിട്ട് ഒരു കോട്ടിൻ്റെ ഷേപ്പിലാണ് നെക്ക് എടുക്കുന്നത്. വി നെക്കാണ്, റൗണ്ട് നെക്കല്ല. അപ്പോൾ വി നെക്ക് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഉൾഭാഗത്ത് ആ വൈറ്റ് പീസ് 6.5 ഇഞ്ചാണ് നെക്ക് ഇറക്കം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 7.5യോ 8ഓ എത്ര വേണമെങ്കിലും ഈ കോട്ടിൻ്റെ ഇറക്കം കൂട്ടാം. അതനുസരിച്ച് ഉള്ളിലുള്ള ആ വൈറ്റ് പീസ് നമ്മൾ ഈ നൈറ്റി ഇട്ട് കഴിയുമ്പോൾ കാണാൻ പറ്റും, അതൊരു ഭംഗിയാണ്. പിന്നെ ഉള്ളിൽ ആ പീസ് ഉള്ളത് കൊണ്ട് ഒരു വൃത്തികേടാവുകയില്ല. പിന്നെ നമ്മൾ സാധാരണ ഷോൾഡർ എടുക്കും പോലെ തന്നെ ആ ഒരു 7 ഇഞ്ച് ഷോൾഡർ എടുക്കുക. 7 അല്ലെങ്കിൽ 7.5 ഷോൾഡർ എടുക്കുക. 7.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുവാണ്. നമ്മൾ നൈറ്റിയുടെ അളവ് പറഞ്ഞതുപോലെ തന്നെ ആ ചെസ്റ്റ് സൈസ് എത്രയാണോ അതിൻ്റെ 4/1 ഭാഗത്തിനോട് 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കൂടാതെ തയ്യൽ തുമ്പ് എക്സ്ട്രാ വരും, അത് 1 1.5 നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ഇടാം. നിങ്ങൾ കട്ട് ചെയ്യുന്നതിൽ ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഈ രീതിയിൽ കട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ അഴിച്ചിടണമെങ്കിൽ ആ ഒരു ലൂസ് കൂടുതൽ കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ഞാനിപ്പോൾ ഇത്രയുമാണ് തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റ് കണ്ടോ, എത്രയാണോ നമ്മുടെ ചെസ്റ്റ് അളവ് അതിൻ്റെ 4/1 1/2 ഇഞ്ച് കൂടുതൽ. എന്നിട്ട് കൈക്കുഴി മാർക്ക് ചെയ്യുക. അപ്പോൾ കൈക്കുഴി മാർക്ക് ചെയ്തു, നെക്ക് മാർക്ക് ചെയ്തു. ഇനി ഇതൊരു കോട്ടിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നെക്കിൻ്റെ താഴെ നിന്ന് നമ്മൾ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഒരു കർവ് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു നെക്ക് നല്ല ഷേപ്പിന് വരും. പിന്നെ നമ്മൾ ഈ നെക്കിൽ ഒക്കെ ഈ കോട്ടിനൊക്കെ ലേസ് പിടിപ്പിക്കുന്നുണ്ട്, അപ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ഭംഗി കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് ആ ഒരു കൈക്കുഴിയുടെ ഭാഗം അത് തയ്യൽ തുമ്പോട് കൂട്ടി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കൈക്കുഴിയും കഴുത്തും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് അത് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്ക് വശം ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആണ് ബാക്ക് വശം. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് പീസായിട്ട് ഇത് കട്ട് ചെയ്തത്. ബാക്ക് വശം രണ്ടും പീസായി പോവരുത്. അപ്പോൾ അതുകൊണ്ട് ആ ജോയിൻറ്റ് വരുന്ന ഭാഗം നടുക്ക് വരുന്ന രീതിയിൽ തുണി മടക്കിയിടുക. എന്നിട്ടിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ പണി എന്താണെന്ന് വെച്ചാൽ, ബാക്കിൽ ശ്രദ്ധിക്കേണ്ടത് നെക്കിൻ്റെ അളവ് ഒരു 2.5 ഇഞ്ച് നമ്മൾ
കോട്ടിനെടുത്ത അതേ നെക്ക് ഡിസ്റ്റൻസ് എടുത്തിട്ട് 2.5 ഇഞ്ച് ഇറക്കത്തിൽ, കഴുത്തകലം 2.5, കഴുത്തിൻ്റെ ഇറക്കം 2.5 ഇഞ്ചാക്കി കൊടുക്കുക. ആ കഴുത്തിറക്കം മാർക്ക് ചെയ്ത് അതൊന്ന് ഷേപ്പ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ഈ ഫ്രണ്ട് ഭാഗം ഇതിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് വേറൊരു വ്യത്യാസം ഇല്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ബാക്ക് ഭാഗം. അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത് ഈ നെക്ക് 2.5 ഇഞ്ച് മതി. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ താഴെയായിട്ട് ആ ഒരു കർവ് ഷേപ്പ് കൊടുത്തല്ലോ, അതൊന്നും വേണ്ട. ആ ഭാഗം സെപ്പറേറ്റും ചെയ്യരുത്. ഈ ഒരു ഭാഗം നമ്മൾ തൊടിയേ വേണ്ട, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്കിനി കട്ട് ചെയ്യാനുള്ളത് നെക്കും ഈ കൈക്കുഴി ഭാഗവും മാത്രമാണ്. അപ്പോൾ അത് ആ കറക്റ്റ് അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗമായി. ഇനി നമ്മൾ ആ നെക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ ഈ നൈറ്റിയുടെ കട്ടിങ് തീരുവാണ്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്കും ഈ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയാണെങ്കിലും ഞാനത് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ കമൻറ്റിലൊക്കെ ഞാൻ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നൈറ്റിയുടെ എല്ലാ പാർട്സും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.